കുരിശ് ക്രൈസ്തവരുടെ പൊതുചിഹ്നമായി ആദിമ നൂറ്റാണ്ടുകൾ മുതൽ ഉപയോഗിച്ചു പോരുന്നതാണ്. കുരിശുമരണത്തോടെ മഹത്വത്തിൻ്റെയും പ്രത്യാശയുടെയും ചിഹ്നമായി കുരിശിനെ ഉയർത്തിയത് ഈശോ മിശിഹ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുരിശിൻ്റെ പല വകഭേദങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി വസിക്കുന്ന ക്രൈസ്തവർ ഉപയോഗിച്ചു പോരുന്നുണ്ട്. മാർത്തോമാ സ്ലിഹായാൽ സ്ഥാപിതമായ ഭാരതീയ സഭയ്ക്കും തനതായ ഒരു കുരിശ് സ്വന്തമായുണ്ട്. മാർത്തോമാ സ്ലീവ അഥവാ മാർത്തോമാ കുരിശ് എന്നാണ് അത് അറിയപ്പെടുന്നത്. മാർത്തോമാ നസ്രാണികൾ പരമ്പരാഗതമായി ഉപയോഗിച്ചു പോന്നിരുന്നതിനാലാണ് ഇത് മാർത്തോമാ സ്ലീവ എന്നറിയപ്പെടുന്നത്. കുരിശിൻ്റെ സുറിയാനി പദമാണ് സ്ലീവ. മാർത്തോമ സ്ലീവയിലെ മൊട്ടോടുകൂടിയ കുരിശ് ഉത്തിതനായ ഈശോയെയും പ്രാവറുഹാദ കുദിശായെയും പടികൾ ഗാഗുൽത്ത മലയെയും താമര ഇതളുകൾ സഭയുടെ സാംസ്കാരിക അനുരൂപണത്തെയും സൂചിപ്പിക്കുന്നു. ഒന്നാം നൂറ്റാണ്ട് മുതലേ ഇവിടെ നിലനിന്ന് പോരുന്ന സഭ പൗരസ്ത്യ സുറിയാനി ലിറ്റർജിയാണ് ഉപയോഗിച്ചു പോന്നിരുന്നത്. ഇവിടുത്തെ ആധ്യാത്മിക പാലനത്തിനായുള്ള മെത്രാന്മാർ വന്നിരുന്നതും പേർഷ്യ അഥവാ കൽദായ സഭയിൽ നിന്നായിരുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ സുറിയാനി ഭാഷയോടൊപ്പം പേർഷ്യൻ ഭാഷയായിരുന്ന പഹലവിയും ഉപയോഗിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പുരാതന സ്ലീവകളിലെല്ലാം നമുക്ക് പഹല്ലവി ലിപികൾ കാണുവാൻ സാധിക്കും. 16-ാം നൂറ്റാണ്ടോടെ പോർച്ചുഗീസ് റോമൻ കത്തോലിക്ക മിഷണറിമാർ മാർത്തോമാ നസ്രാണികളെ ബലമായി പാശ്ചാത്യവൽക്കരിക്കാൻ ശ്രമിച്ചു. അതുവരെ ഒന്നായിരുന്ന മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ അതോടെ ഭിന്നിപ്പുകൾ ഉടലെടുത്തു. കൂനൻ കുരിശു സത്യത്തോടെ മലങ്കര സഭ രണ്ടായി പിളർന്നു, പുത്തൻ കൂറും പഴയ കൂറും. ആ കാലഘട്ടത്തിലുണ്ടായ വിദേശ മിഷണറിമാരുടെ സ്വാധീനം മൂലം നമ്മുടെ പള്ളികളിൽ നിന്നും മാർത്തോമാ സ്ലീവാകൾ അപ്രത്യക്ഷമായി. 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ജൊർണാദോ ഓഫ് ഡോം അലക്സിസ് ഡി മെനസിസ് എന്ന പുസ്തകത്തിൽ മാർത്തോമാ നസ്രാണികളുടെ ദേവാലയങ്ങളുടെ മദ്ബഹയിൽ മാർത്തോമാ സ്ലീവാകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് വിവരിക്കുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് മാർത്തോമാ സ്ലീവാകൾ നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായത്. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും പുരാതനമായ മാർത്തോമാ സ്ലീവാകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ലീവാകൾ കണ്ടെത്തിയ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. മൈലാപ്പൂർ, തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള മൈലാപ്പൂർ, ഭാരതസഭയുടെ അപ്പസ്തോലനായ മാർത്തോമാ സ്ലിഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമി. ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ മാർത്തോമാ നസ്രാണികളുടെ തീർത്ഥാടന ഭൂമിയാണ്. അന്നു മുതലെയുള്ള പല പുരാതന രേഖകളിലും യാത്രാ വിവരണങ്ങളിലുമെല്ലാം ഈ പുണ്യഭൂമിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ ഉണ്ടായിരുന്ന പുരാതന ദേവാലയത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. മാർത്തോമാ നസ്രാണികളുടെ ഐക്യത്തിനു വേണ്ടി മാർ കരിയാറ്റിയും പാറേമാക്കൽ ഗുബർണദോറും തങ്ങളുടെ റോമാ യാത്ര ആരംഭിച്ചതും ഇവിടെ നിന്നാണ്. ഇന്നീ തീർത്ഥാടന കേന്ദ്രം റോമൻ കത്തോലിക്ക സഭയുടെ മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെ കീഴിലാണ്. ഈ പള്ളി സാന്തോ ബസിലിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഈ പള്ളിക്ക് സമീപമായി ഒട്ടേറെ ചരിത്ര വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയവുമുണ്ട്. സാന്തോ ബസിലിക്കയിൽ നിന്നും കുറച്ചു മാറിയാണ് പെരിയമല. ഇവിടെ നിന്നുമാണ് പോർച്ചുഗീസുകാർക്ക് പുരാതനമായൊരു മാർത്തോമാ സ്ലീവ ലഭിച്ചത്. ആ കാലഘട്ടത്തിൽ ഈ സ്ലീവ പലതവണ രക്തം വിയർത്തതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ സ്ലീവ മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവ എന്നറിയപ്പെടുന്നത്. ഈ സ്ലീവയ്ക്ക് ചുറ്റും പുരാതനമായ പഹല്ലവി ലിപികളും കാണുവാൻ സാധിക്കും. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ അസീറിയോളജി വിദഗ്ധരായ പ്രൊഫസർ ബുർക്കിറ്റ്, വിങ്ക്വർത്ത് എന്നിവർ ഇതിലെ പുരാതനമായ പഹല്ലവി ലിപികളെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. 1925 ഓക്സ്ഫോർഡിൽ വെച്ച് നടന്ന അന്തർദേശീയ പൗരസ്ത്യ സമ്മേളനത്തിൽ വെച്ച് അവർ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു. അവർ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: മൈ ലോർഡ് ക്രൈസ്റ്റ് ഹാവ് മേഴ്സി അപ്പോൺ അഫ്രാസ് സൺ ഓഫ് ഷഹർബുഖ്ത് ദ സിറിയൻ ഹു കട്ട് ദിസ്. ഗോവ. മാർത്തോമാ നസ്രാണികളുടെ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ തേടി നമ്മൾ ഗോവയിലേക്ക് നീങ്ങുന്നു. നൂറ്റാണ്ടുകളായി
പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണ് ഗോവ. വമ്പൻ ആശ്രമങ്ങളും പള്ളികളുമെല്ലാം ഗോവയിലെ പോർച്ചുഗീസുകാരുടെ പ്രതാപം വിളിച്ചോതുന്നവയാണ്. പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപും ഗോവയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നതിന് നമുക്ക് ധാരാളം തെളിവുകൾ ലഭ്യമാണ്. പിൽക്കാലത്ത് ഇവിടെയുണ്ടായിരുന്ന നസ്രാണികളെ പോർച്ചുഗീസുകാർ ബലമായി റോമൻ കത്തോലിക്ക വിശ്വാസത്തിന് കീഴിലാക്കി. ഗോവയിലെ അഗസിം കടപ്പുറത്തു നിന്ന് ലഭിച്ച പുരാതനമായ മാർത്തോമാ സ്ലീവ ഇവിടെയുണ്ടായിരുന്ന മാർത്തോമ നസ്രാണികളുടെ ശേഷിപ്പാണ്. പിലാർ സഭാംഗമായ ഫാദർ കോസ്മി കോസ്റ്റയാണ് ഈ സ്ലീവ അഗസിം തീരത്തു നിന്നും തിരിച്ചറിഞ്ഞത്. ശക്തമായ കാറ്റിലും മഴയിലും അവിടെയുണ്ടായിരുന്ന ലത്തീൻ കൽക്കുരിശ് നിലം പൊത്തിയപ്പോഴാണ് അതിനടിയിൽ നിന്നും അദ്ദേഹം ഈ കുരിശ് കണ്ടെത്തിയത്. ഇവിടെയുണ്ടായിരുന്ന പുരാതനമായ ഈ സ്ലീവ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അത് തകർത്തതിന് ശേഷം അതിനു മുകളിൽ ലത്തീൻ കുരിശ് അവർ സ്ഥാപിച്ചു. പോർച്ചുഗീസ് ലിപിയിൽ സാന്തോമെ ക്രൂസെ അഥവാ മാർത്തോമ കുരിശ് എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോവയിലെ പിലാർ മ്യൂസിയത്തിൽ അതീവ പ്രാധാന്യത്തോടെ ഈ സ്ലീവ ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടു പോരുന്നു. In 1526 or 31 or 26 or something, I've mentioned in my book. See, there were every village had their headmen, and they were all invited for a meeting. And we see that all these are Hindus, but only one is a Christian, and this is from Agasai. Agasai Christianity came only in 1575 or 80 or something. Baptism, that's that. Before that, how could this man be in 1526 a Christian? And his name is Miguel Vaz. Miguel Vaz was the name of the Vicar General. We might have received him in the Catholic Church and given him his name to him. And so he becomes a Syrian Christian, becomes a Roman Catholic, and accept, because many have accepted like that. Because they were told, either you become Christian for here or you go away from it. So naturally you see, this is how you have got this. I mentioned that there in my book. I've given the whole list of it. You can see there. ഇതുകൂടാതെ യാദൃശ്ചികമായി ഇതുവരെ ആരും തിരിച്ചറിയാതെ പോയ അതിപുരാതനമായ ഒരു മാർത്തോമാ സ്ലീവ ഞങ്ങൾക്ക് ഈ യാത്രയിൽ കണ്ടെത്താനായി. ഓൾഡ് ഗോവയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു കൽത്തൂണിലാണ് ഈ സ്ലീവ ആലേഖനം ചെയ്തിട്ടുള്ളത്. മൈലാപ്പൂരിൽ മാർത്തോമാ സ്ലീഹായെ കൊല്ലാൻ ഉപയോഗിച്ച കുന്തമുന സൂക്ഷിച്ചിരുന്ന തൂണിലാണ് ഈ സ്ലീവ ഉള്ളത്. ഇത് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ മൈലാപ്പൂരിൽ നിന്നും ഗോവയിലേക്ക് കൊണ്ടുവന്നു. ചരിത്രകാരനായിരുന്ന ഫാദർ മസ്കരാനസിൻ്റെ ഉൾപ്പെടെ പല പുസ്തകങ്ങളിലും പരമ്പരാഗതമായി ഗോവയിലെ നസ്രാണികൾ മാർത്തോമാ സ്ലീവ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. പല സ്ഥലങ്ങളിലും ഇന്നും സ്ലീവായുടെ മാതൃകകൾ ആദരിക്കപ്പെടുന്നുണ്ട്. മുട്ടുച്ചിറ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്ക് സമീപമാണ് മുട്ടുച്ചിറ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സീറോ മലബാർ സഭയുടെ പാലാ രൂപതയുടെ കീഴിലാണ് ഈ പുരാതനമായ പള്ളി. റൂഹാദ കുദീശായുടെ നാമത്തിൽ ഏഷ്യയിൽ തന്നെ ആദ്യമായി സ്ഥാപിതമായ പള്ളിയാണ് മുട്ടുച്ചിറ പള്ളി. AD 550 മുട്ടുച്ചിറ പള്ളി സ്ഥാപിതമായത്. വിശുദ്ധ അൽഫോൺസാമയുടെ മാതൃദേവാലയവും സുറിയാനി ക്രിസ്ത്യാനികളുടെ ആദ്യ തദ്ദേശീയ മെത്രാനായ പറമ്പിൽ ചാണ്ടി മെത്രാൻ്റെയും ഇടവക പള്ളി കൂടിയാണ് മുട്ടുച്ചിറ. ഇവിടുത്തെ പുരാതനമായ പള്ളിയുടെ മദ്ബഹയിൽ നിന്നും ഒരു മാർത്തോമാ സ്ലീവ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള പള്ളിയുടെ ഇടതുവശത്തായുള്ള മദ്ബഹയിൽ ഈ സ്ലീവ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലെ പഹല്ലവി ലിപികൾ മാഞ്ഞു പോയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുകൂടാതെ ഇവിടുത്തെ കൽക്കുരിശിലും ഒരു മാർത്തോമാ സ്ലീവ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ കൽക്കുരിശ് AD 1521 ഇവിടെ നിലനിന്നിരുന്ന മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന ഒരു സ്ലീവ മാറ്റി സ്ഥാപിച്ചതാണെന്നും മാർ അബ്രഹാം, മാർ ദനഹ എന്നീ 2 കൽദായ മെത്രാന്മാരാണ് ഈ സ്ലീവ സ്ഥാപിച്ചതെന്നും ഇതിന് സമീപത്തു നിന്ന് ലഭിച്ച പുരാതനമായ വട്ടെഴുത്ത് ലിഖിതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുകൂടാതെ ഏതാനും ചില പുരാതനമായ വട്ടെഴുത്ത് ലിഖിതങ്ങളും ദേവാലയ പരിസരത്ത് നിന്നും അടുത്ത കാലത്തായി ലഭിച്ചിട്ടുണ്ട്. അമൂല്യമായ ഒട്ടേറെ പുരാതന ചിത്രങ്ങളും ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചു പോരുന്നു. ഇതുകൂടാതെ വെങ്കലത്തിൽ തീർത്ത പുരാതനമായൊരു മാർത്തോമാ സ്ലീവ മുട്ടുച്ചിറ പള്ളിയുടെ നിലവറയിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
the cross that is being attributed to that St. Thomas is not formed or built or shaped by St. Thomas at all. It is not a product of St. Thomas, but it has evolved out of St. Thomas tradition. Since it has taken shape within the St. Thomas tradition, it is usually called the cross of St. Thomas, though it is not something that has been formed or shaped by St. Thomas. When we look at the tradition of St. Thomas Christians, it is the oldest material artifact, cultural remnant that has been obtained from this Christian community. Since the language that is being inscribed over the cross is Pahlavi, it's evidently indicative of the fact that this must have taken shape at a time when Pahlavi language was in use. So this archaic Persian language, that is Pahlavi language, was in existence before 7th century. Meaning this cross must have taken shape before 7th century AD. But one thing I would like to add, at that point of time, there were 3 different types of crosses. One, a version of cross erected inside the sanctuary, which is being considered as the most venerable form of cross, and that form of cross is the Pahlavi inscribed cross or the so-called St. Thomas cross. But there were crosses outside the church. Most of the churches had crosses outside, but they are laterite crosses and bulky laterite beams are being erected in front of the church on a pedestal of granite stone or granite podium on which this stone is being erected. And these crosses are different from the Pahlavi inscribed crosses. Third one is the type of cross which is made out of metal, sometimes silver, sometimes gold, which are used as an identifying mark. And they used to insert this cross on the kudumi or tuft that they used to keep on the head, which was the mode of hairdressing at that point of time. So if you look at the cross veneration tradition, these are the 3 forms of cross veneration traditions that existed in St. Thomas Christians. But the Pahlavi inscribed cross or the St. Thomas cross was the object of veneration that is kept inside the church. ആലങ്ങാട് എറണാകുളം ജില്ലയിലെ ആലങ്ങാട് പള്ളിയിൽ നിന്നും വളരെ പ്രാചീനമായൊരു മാർത്തോമാ സ്ലീവ ലഭിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ് ഈ പള്ളി. സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രത്താളുകളിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന സാന്നിധ്യമാണ് ഈ പള്ളിക്കുള്ളത്. മാർത്തോമാ നസ്രാണികളുടെ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത ആയിരുന്ന മാർ ജോസഫ് കരിയാറ്റിയുടെ ഇടവക ദേവാലയമാണ് ആലങ്ങാട്. ഗോവയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ അദ്ദേഹത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ ഇവിടുത്തെ പഴയ പള്ളിയിലേക്ക് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട്. അർക്കോദിയാക്കോൻ മാർത്തോമ ഒന്നാമനെ 12 വൈദികർ ചേർന്ന് മെത്രാനായി വാഴിച്ചതും ഈ പള്ളിയിൽ വെച്ചാണ്. പള്ളിക്ക് സമീപമുള്ള ഒരു കുരിശ് പള്ളിയിലാണ് മാർത്തോമാ സ്ലീവ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലെ പുരാതനമായ പഹല്ലവി ലിപികൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായി സാധിക്കും. എന്നാൽ പൂജ്യമായി സൂക്ഷിക്കേണ്ട ഈ സ്ലീവയുടെ സ്ഥിതി ഇന്ന് വളരെയധികം പരിതാപകരമാണ്. കോട്ടയം വലിയ പള്ളി. കോട്ടയം പട്ടണത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാറി കുമരകം റോഡിന് സമീപമാണ് കോട്ടയം വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ജ്ഞാനായ യാക്കോബായ വിഭാഗത്തിന് കീഴിലാണ് കോട്ടയം വലിയ പള്ളി. ഇവിടുത്തെ മദ്ബഹയുടെ ഇരുവശങ്ങളിലുമായി അതിയായ പ്രാധാന്യത്തോടെ 2 മാർത്തോമാ സ്ലീവകൾ സംരക്ഷിച്ചു പോരുന്നു. പുത്തൻകൂറ്റി വിഭാഗത്തിൻ്റെ കൈകളിലായിരുന്നത് കൊണ്ടാവാം മറ്റു സ്ലീവകളെ അപേക്ഷിച്ച് ഈ 2 സ്ലീവകൾക്കും കാര്യമായ കേടുപാടുകളില്ല. കടുത്തുരുത്തി വലിയ പള്ളിയിൽ നിന്നാണ് ഈ സ്ലീവകൾ കൊണ്ടുവന്നതെന്ന് പാരമ്പര്യമുണ്ട്. ഈ പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന പുരാതനമായ കോട്ടയം ചെറിയ പള്ളിയിലും നമുക്ക് സ്ലീവകൾ ആലേഖനം ചെയ്തത് കാണുവാനായി സാധിക്കും. കോതനെല്ലൂർ. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്ക് സമീപമാണ് കോതനെല്ലൂർ ഗ്രാമം. ഇവിടെയാണ് പുരാതനമായി കോതനെല്ലൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. സീറോ മലബാർ സഭയുടെ പാലാരൂപതയുടെ കീഴിലാണ് കോതനെല്ലൂർ പള്ളി. AD 845 പൗരസ്യ വിശുദ്ധരായ
വിശുദ്ധ സാബോറിൻ്റെയും പ്രോത്തിൻ്റെയും നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായത്. കന്തീശങ്ങളുടെ പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഇവിടുത്തെ ദേവാലയ ഭിത്തിയിൽ നിന്നും പുരാതനമായ ഒരു മാർത്തോമാ സ്ലീവ ലഭിച്ചിട്ടുണ്ട്. ഭിത്തിയിലെ കുമ്മായ പാളികൾ ഇളകി വന്നപ്പോഴാണ് മറച്ചുവെച്ചിരുന്ന ഈ സ്ലീവ ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്നത്. അതിയായ പ്രാധാന്യത്തോടെ പള്ളിക്ക് സമീപം ഈ സ്ലീവ സംരക്ഷിച്ചു പോരുന്നു. കടമറ്റം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്ക് സമീപമുള്ള കടമറ്റം ഗ്രാമത്തിലാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പേരിലുള്ള പുരാതനമായ കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്നത്. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് തുല്യ അവകാശമാണ് ഈ പള്ളിയുടെ മേലുള്ളത്. പുരാതന കാലം മുതലേ അതിപ്രസിദ്ധമായ ഒരു പള്ളിയായിരുന്നു കടമറ്റം പള്ളി. കടമറ്റത്ത് കത്തനാരുടെ കഥകളും ഐതിഹ്യങ്ങളും നമുക്കേവർക്കും സുപരിചിതമാണ്. ഈ പള്ളിയുടെ മദ്ബഹയിൽ വലതു ഭാഗത്തായി അതിയായ പ്രാധാന്യത്തോടെ ഈ സ്ലീവ സൂക്ഷിച്ചു പോരുന്നു. പൗരസ്ത്യ മെത്രാനായ മാർ ആബോയുടെ വിരലിൻ്റെ ഒരു ഭാഗം ഈ കുരിശിനുള്ളിൽ സൂക്ഷിച്ചു പോരുന്നു എന്നും പാരമ്പര്യമുണ്ട്. ഒരു പക്ഷേ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ആവാം ഈ സ്ലീവായുടെ അടിയിൽ INRI എന്നെഴുതാൻ ശ്രമിച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദേവാലയങ്ങളെ കൂടാതെ മാർത്തോമാ നസ്രാണികളുടെ പുരാതനമായ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും സ്ലീവായുടെ പല രൂപങ്ങളും നമുക്ക് കണ്ടെത്താനാവും. ചങ്ങനാശ്ശേരി കത്തീഡ്രലിനോട് ചേർന്നുള്ള പഴയ പള്ളിയുടെ മദ്ബഹയിൽ ഒരു സ്ലീവയുണ്ട്. നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹായ സ്ഥാപിതമായ പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് പള്ളിയിലും ഇത്തരത്തിലുള്ള ഒരു സ്ലീവയുണ്ട്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള കോട്ടക്കാവ് ദേവാലയത്തിലെ പുരാതനമായ ഈ സ്ലീവ പൗരസ്ത്യ പിതാക്കന്മാരായ മാർ സാബോറും പ്രോത്തും സ്ഥാപിച്ചു എന്നാണ് പാരമ്പര്യം. എല്ലാ കുരിശുകളുടെയും അടിസ്ഥാനം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത കുരിശാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ പ്രാധാന്യത്തോടെ വണങ്ങിയിരുന്ന മാർ തോമാസ് സ്ലീവാകൾക്ക് അതിനർഹിക്കുന്ന ബഹുമാനം നൽകേണ്ടത് ഓരോ നസ്രാണിയുടെയും കടമയാണ്. അതിനായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നാഥനിലെന്നും നമ്മുടെ ഹൃദയം ആനന്ദിച്ചിടും. ദൈവാ നമ്മൾക്കെന്നും നന്മകൾ തന്നുറവിടമാ രക്ഷിതമായതു വഴിയായി മധ്യഗണം കർത്താവേ കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയേഴും കോട്ടയുമാ ദുഷ്ടനെയും അവൻ